ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കാർഡാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു A4 സൈസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നടുവൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ നടു മടക്കിയതിന് ശേഷം ഇപ്പോൾ ബ്ലൂ കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഡാർക്ക് കളറായിട്ടുള്ള ഇനിയിപ്പോൾ ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് കളർ എടുക്കാം, അല്ലെങ്കിൽ പർപ്പിളോ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നടു മടക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ഞി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ പഞ്ഞി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ റോളായിട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു റൗണ്ടുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ഞിയാണ്, അപ്പോൾ അത് റൗണ്ടുകളായിട്ട് കട്ട് ചെയ്തു. അതിലൊരു ചെറിയൊരു റൗണ്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനേക്കാളും ഒരു പൊടി വലുപ്പത്തിലുള്ള റൗണ്ട് അതിന് താഴെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്താണ് സംഭവം ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറേ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ താഴെയും ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കുഞ്ഞു റൗണ്ടും ഒരു വലിയ റൗണ്ടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റൗണ്ടുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ വലിയ റൗണ്ടിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നേരെ കുറച്ച് പച്ച തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും പച്ച തേക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ലൈൻ പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗം ഒട്ടാത്ത രീതിയിൽ, താഴ്ഭാഗം മാത്രം ഒട്ടുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ സർക്കിളും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനൊരു 4 സർക്കിൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ അതിന് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഒട്ടിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ താഴെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സർക്കിളുകൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ആ പഞ്ഞിയുടെ വട്ടങ്ങളുണ്ടല്ലോ അത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു സർക്കിൾ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ആദ്യം കത്താത്തവർക്ക് ഇപ്പോൾ ഒന്ന് കത്തിയിട്ടുണ്ടായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് ഇല്ലേ. ക്രിസ്മസ് ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് വയ്ക്കുന്ന ആ ഒരു ക്യാപ്പാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്യാപ്പിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. അപ്പോൾ സ്നോമാനാണ് നമ്മുടെ സംഭവം, സ്നോമാനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു ചെറിയ റൗണ്ടും വലിയ റൗണ്ടൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കതിൽ ആ ക്യാപ്പൊക്കെ വരച്ച് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സ്നോമാന് 2 കുഞ്ഞി കണ്ണുകൾ വരച്ച് കൊടുത്താലോ. അപ്പോൾ പഞ്ഞി ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ വരച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മാർക്കർ വെച്ചിട്ടോ സ്കെച്ച് വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിയെ ഇങ്ങനെ കുത്തി നമുക്ക് ആ ഒരു കളർ കൊടുക്കാം. അപ്പോൾ ആ സ്നോമാൻ്റെ കണ്ണും പിന്നെ ഓറഞ്ച് കളറിലെ ഒരു കുഞ്ഞു മൂക്ക് ഒരു വര പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു മൂക്കും പിന്നെ റെഡ് വെച്ചിട്ട് വായും വരച്ചു കൊടുക്കുന്നുണ്ട്. സ്മൈലി ആയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സ്നോമാൻ. അപ്പോൾ അതിന് മുകളിൽ നമ്മുടെ ക്യാപ്പിന് മുകളിൽ ഞാൻ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൈ വരച്ചു കൊടുക്കുക ബ്ലാക്ക് കളർ വെച്ചിട്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഒരു മരം പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ മരത്തിൻ്റെ ഇങ്ങനെ ചില്ലകളിലൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ പഞ്ഞി റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചിങ്ങനെ സ്നോ ഫ്ലേക്സ് പോലെ ഇങ്ങനെ യെല്ലോ കൊണ്ടും അതുപോലെ പർപ്പിൾ കൊണ്ടും വരച്ചു കൊടുത്തു. പിന്നെ ഒരു ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് ആ റൗണ്ടിലൊക്കെ ഒന്ന് ചെറുതായി ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ 2 ബ്ലൂ ഷീറ്റ് എടുത്തിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ യെല്ലോയും റെഡും കളർ ചെയ്ത് കഴുത്തിൽ ഇങ്ങനെ ഒരു തുണി കെട്ടിയതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കാർഡിൻ്റെ ഉൾഭാഗത്ത് ഒരു വൈറ്റ് ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ വിഷസൊക്കെ അതിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് ഷീറ്റിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ട് പുറമേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്